ഇന്നിപ്പോൾ എല്ലാവരും പറയണത് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഗീത മതി, പ്രോബ്ലം സോൾവിങ്ങിന് ഗീത മതി. ഓക്കെ, അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് വെറും സ്ട്രെസ് മാനേജ് ചെയ്യാനും പ്രോബ്ലം സോൾവിങ് സ്കില്ല് കിട്ടാനും കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനും മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല, അവനവനെ കുറിച്ച് അറിയാനുള്ള ആത്മവിദ്യ അടങ്ങുന്ന ഗ്രന്ഥമാണെന്നുള്ള ബോധ്യം 18 അധ്യായം വായിക്കുന്ന ഓരോ ഗീതോപാസകനും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് അപ്പോഴേ നമുക്ക് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ആ അർജുനൻ കണ്ട വിശ്വരൂപം കാണാൻ സാധിക്കുള്ളൂ. നോക്കൂ, ഭഗവാനോട് അർജുനൻ പോലും പറയുന്നു, ഭഗവാനെ എനിക്കിത് കാണാൻ വയ്യ, അങ്ങിത് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. സത്യമായിട്ടുള്ള ഭാവത്തിൽ കാണുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഗുരുവായൂരപ്പനായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിന് സാധിക്കില്ല. നമുക്ക് നമ്മുടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഈ കാണുന്ന ഒരു രൂപം അല്ലെങ്കിൽ 4 കൈയുള്ള കൃഷ്ണൻ, ഓടക്കോയിൽ വായിക്കുന്ന കൃഷ്ണൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ശാശ്വതമായിട്ടുള്ള സത്യം എന്ന്. അങ്ങനെ കരുതരുത്. ഭഗവാൻ തന്നെ ഗീതയിൽ പലയിടത്തും ഈ സത്യത്തെ അറിയുന്ന പരമമായിട്ടുള്ള എന്നെ ആളുകൾ മഹേശ്വരൻ എന്ന് വിളിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഞാൻ തന്നെയാണ് പുരുഷൻ, ഞാൻ തന്നെയാണ് പ്രകൃതി, ഞാൻ തന്നെയാണ് മഹേശ്വരൻ എന്ന്. ഞാനല്ലാത്തതൊന്നും വേറെ ഇല്ല, നീ പോലും എൻ്റെ അംശമാണ്, നീ ഞാനും തമ്മിൽ ഭേദഭാവമില്ല. ഇപ്പൊ ഒരു കഴിഞ്ഞുള്ളൊരു സീസൺ അല്ലേ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വാമിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ധ്യാനാവസ്ഥയിലേക്ക് പോയ സമയമാണ്. നിന്നിലുള്ള എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുക. ബുദ്ധൻ പറഞ്ഞ പോലെ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നന്നായിട്ടൊന്ന് തേച്ചരച്ച് കഴുകിയാൽ മതി. കാണാം, അതിനുപയോഗിക്കേണ്ട ഏറ്റവും മികച്ച പുസ്തകം എന്ന് പറയാൻ പാടില്ല, ഇതിനുള്ളത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആയുധം സുദർശനം എന്ന് വിളിക്കുന്നത് പോലെ ട്രൂ വിഷൻ തരും ഗീത, യഥാർത്ഥത്തിലുള്ള കാഴ്ച തരും ഗീത. ഓരോ മനുഷ്യരിലും ഇരിക്കുന്നത് ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ട് എൻ്റെ കർമ്മം ഞാൻ ചെയ്യുക, അവരവരുടെ കർമ്മമായിട്ട് അവരവർ മുന്നോട്ട് പൊക്കോട്ടെ. ഒരാളുടെ കർമ്മത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം പോലും അയാൾ ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിൽ നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ നാമം ജപിക്കണ പോലെ തന്നെ എല്ലാവരും നാമം ജപിക്കണം എന്ന് വാശി പിടിക്കരുത്. ഞാൻ എല്ലാ 30 ആഴ്ചയും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അവർ പോണില്ല, അതുകൊണ്ട് ഈ രീതി മാത്രമാണ് ശരിയെന്നും കരുതരുത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വഴികളും ധർമ്മങ്ങളും ഉണ്ട്. അതെല്ലാം എത്തിച്ചേരുന്നത് ഭഗവാനിലേക്കാണെങ്കിൽ കുഴപ്പമില്ല, ഏത് ഭാവമാണെങ്കിൽ പോലും. ഇപ്പൊ നവതാഭക്തി പറയുമ്പോൾ അതിൽ സഖ്യം എന്ന് പറയുന്ന ഭാവമാണല്ലോ അർജുനുള്ളത് അല്ലേ. ദാസ്യം വേണമെങ്കിൽ ഇപ്പൊ നോക്കൂ, ഗീത ഉപദേശിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു ഗുരുനാഥന്റെ ഭാവത്തിലും ശിഷ്യന്റെ ഭാവത്തിലാണ് അർജുനൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദാസ്യഭാവത്തിലാണ് ഭഗവാനെ കാണുന്നത്. ഈ ഭാവം മാത്രമാണ് കറക്റ്റ് എന്ന് ഭഗവാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഏത് ഭാവത്തിൽ വേണമെങ്കിലും എന്നിലേക്ക് എത്താനുള്ള ഓപ്ഷൻ ഭഗവാൻ കൊടുത്തു. ഈവൻ അത് വിരോധഭക്തി ആയിക്കോട്ടെ, അത് വെറുപ്പിന്റെ ഭാവത്തിലായിക്കോട്ടെ, ശത്രുതാഭാവത്തിലായിക്കോട്ടെ, ആത്യന്തികമായിട്ട് എന്നിലേക്ക് കണക്റ്റഡ് ആയാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ധർമ്മങ്ങളും മാറ്റിവെച്ച് എന്നിലേക്ക് വന്നു ചേർന്നാൽ മതി. ആത്യന്തികമായിട്ട് പകുതി മുറിക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും ഈ ഗീതാജ്ഞാനം പറയണ സമയത്ത് പകുതി മുറിച്ചതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ചില കാണാവുന്ന ചരാചരങ്ങളിൽ മുഴുവൻ ഭഗവാൻ ഉണ്ട് എന്ന് പറയാണ്ടേ ഈ വെറും തൂണിലും തുരുമ്പിലും മാത്രം ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടല്ലോ. ഈ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നതിന്റെ കൂടെ പറഞ്ഞേക്കണം പ്രാതം പറഞ്ഞ പോലെ അച്ഛനിലും എന്നിലും ഈ കാണാവുന്ന ചരാചരങ്ങളിലൊക്കെ ആരുണ്ട്? പകുതി മുറിക്കണതാണ് പ്രശ്നം. രാജസൂയ സമയത്ത് ഭഗവാൻ ഈ 100 വട്ടം പറഞ്ഞ ശിശുപാലന്റെ തല സുദർശനം കൊണ്ട് അറുത്തു എന്ന് മാത്രം പറയാതെ ആ സമയത്ത് ശിശുപാലന്റെ ദേഹത്ത് നിന്ന് ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് വന്ന് ചേർന്നു എന്നും കൂടെ പറയുമ്പോഴേ ആ കാണുന്നതും ഈ കാണുന്നതും തമ്മിൽ ഭേദഭാവമില്ല എന്നുള്ള അറിവുണ്ടാവുള്ളൂ. ദൗർഭാഗ്യവശാൽ ഗീത നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് കുക്കർ ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കാണ്. പകുതി വെന്ത അറിവ് വ്യാപകമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലേക്കാണ് പരമമായിട്ടുള്ള അറിവിനെ എടുത്തിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം വളരെ 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 കൂടുതലാണ്. അത്രയധികം പണിയെടുക്കേണ്ടി വരും. ഭഗവാൻ 18 അധ്യായം വ്യാഖ്യാനിച്ചതിനേക്കാൾ ചിലപ്പോൾ അധ്വാനിക്കേണ്ടി വരും. എന്തിന്? ഗീതാധർമ്മത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ. അങ്ങനെ ചെയ്യുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് തന്നെ 18ാമത്തെ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞു വയ്ക്കണു. ആർക്ക് പറഞ്ഞു കൊടുക്കരുതെന്നും പറയണു? ശ്രദ്ധയില്ലാത്തവന്, എന്നോട് ഭക്തിയില്ലാതെ എന്നെ നിന്ദിക്കുന്നവന്, മൂഢന്മാർക്ക് എന്ത് ചെയ്യരുത്? ഇത് പറഞ്ഞു കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ അളക്കാനുള്ള യന്ത്രമില്ല.
ഇയാൾക്ക് എത്ര അറിവുണ്ട്, ഇയാൾ മൂഢനാണോ, ഇയാൾ ഗംഭീരനായിട്ടുള്ള പണ്ഡിതനാണോ ഒന്നും അളക്കാനുള്ള യന്ത്രം നമ്മുടെ അടുത്തില്ല. തിരുത്തേണ്ടവർ തിരുത്തട്ടെ എന്ന് കരുതി ഈ ഗീതാമൃതത്തെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. ഭഗവാൻ ക്ഷമിച്ചോളും. ഇത് കലിയുഗാണ്. ഇതിൽ നിങ്ങൾ വേർതിരിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാധിക്കുന്നവരിലേക്കൊക്കെയും ഗീതയുടെ മഹത്വത്തെ പറഞ്ഞു കൊടുക്കുക.